രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് സമയം കളയേണ്ട. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഇന്ന് ഞാൻ കാണിച്ചു തരാം. വറുത്ത അരിപ്പൊടിയും 2 മുട്ടയും ഉണ്ടെങ്കിൽ രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് രുചികരമായിട്ടുള്ള ഈ മുട്ടയപ്പം തയ്യാറാക്കാം. ആട്ടപ്പൊടി വെച്ചിട്ടാണ് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഈ അരിപ്പൊടിയിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മധുരത്തിലേക്ക് ആവശ്യമായി. ഈ മധുരം കൂടി ചേർക്കുമ്പോഴാണ് ഈ മുട്ടയപ്പത്തിന് ടേസ്റ്റ് കൂടുന്നത്. മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് ലൂസ് ആയിട്ടാണ് നമുക്കിത് അരച്ചെടുക്കാനുള്ളത്, തീരെ കട്ടിയാവാൻ പാടില്ല. ഈ പരുവത്തിന് ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിരകിയ തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയും അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിന് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇത് വളരെ രുചികരമാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. മുട്ട കൂടി ചേർക്കുന്നത് കൊണ്ട് ഹെൽത്തിയാണ്. ഇതിൽ ഷുഗർ ചേർത്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. കറിയില്ലാതെ തന്നെ കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. ഇനി നമുക്ക് രുചികരമായിട്ടുള്ള മുട്ടയപ്പം തയ്യാറാക്കാം. ഇതുപോലെ ഒരു തവി മാവ് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചൊന്നെടുക്കണം. ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ തീരെ കനം കുറഞ്ഞിട്ട് നമുക്കിത് കിട്ടും. വളരെ രുചികരമായിട്ടുള്ള ഈ മുട്ടയപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് അടച്ചൊന്നും വെക്കേണ്ട. ഇത് തീരെ നൈസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ മുട്ടയപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ തയ്യാറാക്കാം. 5 മിനിറ്റ് പോലും വേണ്ട. അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും വളരെ എളുപ്പത്തിൽ ഈ മുട്ടയപ്പം തയ്യാറാക്കി കൊടുക്കാം. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കറിയൊന്നും വേണ്ട ഇതിന് കഴിക്കുന്നതിന് വേണ്ടി. ഇത് വളരെ സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. സോഫ്റ്റ് മാത്രമല്ല, കഴിക്കാനും വളരെ രുചികരമാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ബൗള് ആട്ടപ്പൊടി നമുക്കിതുപോലെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ദോശമാവിൻ്റെ പരുവത്തിന് കലക്കിയതുപോലെ ഇതും ഗോതമ്പ് മാവിൽ അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ദോശയ്ക്കൊക്കെ ചുടുന്ന പരുവത്തിന് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയൊന്നും കെട്ടാൻ പാടില്ല. കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. ആദ്യം ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഇതും നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ 2 റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. ഇനി നല്ലതുപോലെ നമുക്ക് മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഒരുപാട് ജോലിയൊന്നുമില്ല. ഈ ഗോതമ്പ് മാവ് ഒന്ന് കലക്കിയെടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും തയ്യാറാക്കുന്നതിന് 5 മിനിറ്റ് മതി. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട. ഇതുപോലെ രാവിലെ നമുക്ക് അരി ആട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിന് ഗോതമ്പ് മാവും അരിപ്പൊടിയൊക്കെ എല്ലാ വീടുകളിലും കാണും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. ഗോതമ്പ് മാവ് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകിയ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ആട്ടപ്പൊടിയും തേങ്ങയും പഞ്ചസാരയും ഇത് മാത്രം മതി ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന്. ഇനി നമുക്കിതുപോലൊരു തവ വെച്ചിട്ട് അതിലേക്ക് ആദ്യം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിന് കലക്കിയെടുക്കുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഗോതമ്പ് ദോശയൊക്കെ എല്ലാവരും ചുടാറുണ്ട്. അപ്പോൾ അതുപോലെ ഗോതമ്പ് ദോശ ചുടും പോലെ ഇതൊന്ന് ചുട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് അല്പം നെയ്യൊന്ന് ഇതുപോലെ
ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഈ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഫില്ലിങ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ വിഭവം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും തയ്യാറാക്കി കൊടുക്കാം. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിതിൽ ഏത് റെസിപ്പിയാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണം. കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ളതാണ്. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. കഴിക്കാനും രുചികരമാണ്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ 2 റെസിപ്പികളിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.